എല്ലാവർക്കും വൺ ക്ലിക്ക് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറക്കാതിരുന്നാൽ ഒരു മാർക്ക്. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് PSC എക്സാമുകളിൽ ചോദിക്കുന്ന GK ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോഡ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ കോഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു കാര്യങ്ങൾ എന്നും നമുക്ക് എക്സാമുകളിൽ കൺഫ്യൂസിങ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താണ്, കൺഫ്യൂസിങ് ആയിട്ട് പോകും. അപ്പോൾ അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം എന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നും ഒരു മാർക്ക് ഷുവർ ആണ് LGSനും LDCക്കും. അപ്പോൾ മൊത്തമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കോഡാണ് കേട്ടോ ഇത് മൊത്തം. അപ്പോൾ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? PSC എക്സാമുകളിൽ ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ എന്താണ്, നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള സിമ്പിൾ കോഡാണ് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ കോഡാണ്, അതായത് ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നതിന്റെ കോഡാണ് MT എൻ്റെ മാമൻ. MT എൻ്റെ മാമൻ എന്ന് പറയുന്ന കോഡ് ഓർത്തിരുന്ന നമുക്ക് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ, ആ 7 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. M ഫോർ മേഘാലയ, T ഫോർ ത്രിപുര, M ഫോർ മണിപ്പൂർ, A ഫോർ അരുണാചൽ പ്രദേശ്, M ഫോർ മിസോറാം, A ഫോർ അസം, N ഫോർ നാഗാലാൻഡ്. ഓക്കെ, അപ്പോൾ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കോഡാണ് MT എൻ്റെ മാമൻ. ഓർത്തു വച്ചോ, ഒരു മാർക്ക് നമുക്ക് ഇതിൻ്റെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് ഏതാന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രിപുരയാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതാണ് മക്കളെ നാഗാലാൻഡ്. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് 1963 എന്ന് നമ്മൾ പറഞ്ഞു. അതായത് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നതും 1963. അതേപോലെ തന്നെ നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയില് വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അതും 1963. അപ്പോൾ ഈ പറയുന്ന ഒരു സിമ്പിൾ കോഡ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്, അതാണ് മയിൽ നാഗം കഴിക്കാനായി തുമ്പയിൽ പോയി എന്നൊരു കോഡ് ഓർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1963 എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. അതായത് എന്താണ്, നാഗാലാൻഡ് സംസ്ഥാനം രൂപീകൃതമായി, അതേപോലെ തന്നെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്ന 1963. അതേപോലെ തന്നെ എന്താണ്, മയിലിനെ ദേശീയ പക്ഷിയായിട്ട് അംഗീകരിച്ചത് അതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 1963. അപ്പോൾ എന്താണ്, മയിൽ നാഗത്തെ കഴിക്കാനായി തുമ്പയിൽ പോയി എന്ന കോഡ് ഓർത്ത് വെച്ചോ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ വീഴുന്നതായിരിക്കും. ഓക്കെ, കോമൺവെൽത്ത് സെമിത്തേരി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. കോമൺവെൽത്ത് സെമിത്തേരി എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂർ. ലുഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മിസോറാമാണ്. ലുഷായ് ഹിൽസ് ഒരിടയ്ക്ക് PSC എക്സാമുകളിലൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു, പക്ഷെ തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാം എഴുതിയിട്ട് പോലും കാര്യമില്ല. അത്രത്തോളം സിമ്പിളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ, ലുഷായ് ഹിൽസ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് മിസോറാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോഡാണ് MT എൻ്റെ മാമൻ. എത്രയാ? 7 സംസ്ഥാനങ്ങൾ, സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളായിരുന്നു ഈ പറയുന്ന MT എൻ്റെ മാമൻ. മേഘാലയ, ത്രിപുര, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, മിസോറാം, ആസാം, നാഗാലാൻഡ്. ഓർത്തു വച്ചോ, ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ കോഡിലേക്ക് പോവാം. അതായത് നമുക്ക് എന്നും വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് വൈറസ് രോഗങ്ങൾ. ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്, താഴെ പറയുന്നവയിൽ വൈറസ് രോഗം ഏതാണ്, അല്ലെങ്കിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ് എന്നതിനെ കുറിച്ച് എപ്പോഴും PSC ചോദിക്കണ. നമുക്ക് എപ്പോഴും അത് കൺഫ്യൂസിങ്ങുമാണ്. അപ്പോൾ അതിനുള്ള സിമ്പിൾ കോഡാണ് DYSP അമ്മച്ചി ഹൈഡ്രോഫോബിയ. അപ്പോൾ DYSP അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ എന്നൊരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വൈറസ് രോഗങ്ങൾ ഓർത്തിരിക്കാനുള്ള കോഡാണ് DYSP അമ്മച്ചി ഹൈഡ്രോഫോബിയ. നോക്കിയേ, നമുക്ക് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് ഡെങ്കു ഫീവർ, D ഫോർ ഡെങ്കു ഫീവർ, Y ഫോർ യെല്ലോ ഫീവർ, S ഫോർ സാർസ്, P ഫോർ പോളിയോ, A ഫോർ എയ്ഡ്സ്, M ഫോർ മീസൽസ്, M ഫോർ മംസ്, E ഫോർ എബോള, C ഫോർ ചിക്കൻ പോക്സ്, H ഫോർ ഹെപ്പറ്റൈറ്റിസ്, I ഫോർ ഇൻഫ്ലുവൻസ,
ഹൈഡ്രോഫോബിയ. ഓക്കെ, അപ്പോൾ ഇത്രയും രോഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഈ പറയുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് എന്ത്? DYSP അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ. DYSP അമ്മച്ചിക്ക് ഹൈഡ്രോഫോബിയ. ഓർത്തു വച്ചോ, 1 മാർക്ക് LDC LGSന് ഷുവർ ഷോട്ടാണ്. പഠിച്ചു വച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ആ 1 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ഇന്നത്തെ അടുത്ത കോഡിലേക്ക് പോവാം. അതിനു മുമ്പ് ഇതിന്റെ 2 എക്സ്പ്ലനേഷൻ കൂടി പറഞ്ഞോട്ടെ. ജീവനുള്ള വസ്തുക്കളിൽ പ്രവേശിക്കുമ്പോൾ മാത്രം ജീവൻ ലഭിക്കുന്നവയാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവനുള്ള വസ്തുക്കളിൽ പ്രവേശിക്കുമ്പോൾ മാത്രം ജീവൻ ലഭിക്കുന്നവയാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറസ് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിമിത്രി ഇവാനോസ്കി ആണ് വൈറസ് കണ്ടുപിടിച്ചത്. അപ്പോൾ വൈറസ് കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ദിമിത്രി ഇവാനോസ്കി ആണ്. ദിമിത്രി ഇവാനോസ്കി. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. അതേപോലെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി എത്തുക. അത്രത്തോളം കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോൾ വളരെ സിമ്പിൾ കോഡിലൂടെ പഠിക്കുന്നത്. നമുക്ക് ഇന്നത്തെ 3ാമത്തെ കോഡിലേക്ക് പോകാം. ആറ്റത്തിന്റെ കണങ്ങൾ കണ്ടുപിടിച്ചത് എന്നും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പക്ഷെ എപ്പോഴും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസിങ് വരും. അപ്പോൾ ആറ്റത്തിലെ കണങ്ങൾ കണ്ടുപിടിച്ചത് സിമ്പിൾ കോഡാണ്. ആ കോഡാണ് PEN-RTC. PEN-RTC എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ മുകളില് പെൻ എന്നും താഴെ RTC എന്നും എഴുതുക. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്? റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാണ് JJ തോംസൺ. JJ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാണ് ജെയിംസ് ചാഡ്വിക്ക്. അപ്പൊ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. നമ്മുടെ കോഡാണ് PEN-RTC. ഓക്കെ, ഇനി 1 മോൾ എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് എത്രയാണ് 1 മോൾ എന്ന് പറയുന്നത്? 6.023 × 10⁻23 ആണ് 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ എന്ന് പറയുന്നത് എത്രയാണ് PSC ചോദിക്കാറുണ്ട്. അതാണ് 6.023 × 10⁻23. 1023 എടുത്തത് ഞാൻ ടൈപ്പ് ചെയ്ത് പോകുന്ന മിസ്റ്റേക്ക് ആണ്. അപ്പോൾ എന്താണ് 1 മോൾ എന്ന് പറയുന്നത്? 6.023 × 10⁻23. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഒരു ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോടോപ്പ് എന്നാണ് വിളിക്കുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും അതേപോലെ തന്നെ ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് നമ്മൾ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? മാസ് നമ്പർ എന്ന് വിളിക്കും. ഒരേ മാസ് നമ്പർ ഉള്ളതും അതേപോലെ വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ഐസോബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഐസോബാർ എന്ന പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3ാമത്തെ കോഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു, PEN-RTC. നമ്മൾ പറഞ്ഞു പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ 1 മോൾ എന്ന് പറയുന്നത് 6.023 × 10⁻23 എന്നതാണ് 1 മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അതിന്റെ ആറ്റോമിക നമ്പർ എന്നും അതേപോലെ തന്നെ എന്താണ് ഒരാറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ ഐസോടോപ്പ് എന്നും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണത്തെ നമ്മൾ മാസ് നമ്പർ എന്നും ഒരേ മാസ് നമ്പറുള്ള വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ ഐസോബാർ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അതേപോലെ നമുക്ക് ഇന്നത്തെ 4ാമത്തെ കോഡിലേക്ക് പോകാം. എയ്ഡ്സ് രോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ എന്നും PSCക്ക് ഇഷ്ടപ്പെട്ടതാണ്, ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. കോഡാണ് ന്യൂസ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് രോഗം നിർണയ ടെസ്റ്റുകൾ അറിയപ്പെടുന്നതാണ് ന്യൂസ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ എയ്ഡ്സ് രോഗം നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താവും? മൊത്തം ന്യൂസ് ആവും എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് രോഗം നിർണയ ടെസ്റ്റുകളാണ് ന്യൂസ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. 1ാമത്തെ നേവ ടെസ്റ്റ്. 2ാമത്തെ എലിസ ടെസ്റ്റ്. 3ാമത്തെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. 4ാമത്തെയാണ് സോർട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഈ പറയുന്ന എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ അറിയപ്പെടുന്നതാണ് ന്യൂസ്. 1ാമത്തെ നേവ ടെസ്റ്റ്, 2ാമത്തെ E ഫോർ എലിസ ടെസ്റ്റ്, W ഫോർ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, S ഫോർ സോർട്ട് ടെസ്റ്റ്. ഓക്കെ, എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് നമുക്കറിയാം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസിനെ നമ്മൾ പറയുന്നത്.
എയ്ഡ്സ് ബാധിക്കുന്ന രോഗപ്രതിരോധ ശേഷിയാണ് എയ്ഡ്സ് ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയാണ് എന്ത് ബാധിക്കുന്നത്? എയ്ഡ്സ് ബാധിക്കുന്നത്. റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യം നമുക്കറിയാം അമേരിക്കയിലാണ്. 1981 ജൂൺ 5-നാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അമേരിക്കയിലാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1981 ജൂൺ 5-ലാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ 1986-ലാണ് ചെന്നൈയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിലാണെങ്കിൽ അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ടയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. എയ്ഡ്സ് ദിനം ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1988 മുതലാണ് എന്ത് എയ്ഡ്സ് ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത്. 1988-ലാണ്. അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് എയ്ഡ്സ് രോഗം നിർണ്ണയിക്കുന്ന ടെസ്റ്റുകൾ അറിയപ്പെടുന്നതിന്റെ കോഡാണ് ന്യൂസ് എന്ന് പറയുന്നത്. N ഫോർ നേവ ടെസ്റ്റ്, E ഫോർ എലിസ ടെസ്റ്റ്, W ഫോർ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, S ഫോർ സോർട്ട് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അതായത് ഈ പറയുന്ന നമ്മുടെ HIV എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്നത്. രോഗപ്രതിരോധ ശേഷിയാണ് അത് ബാധിക്കുന്നത്. ആദ്യം അമേരിക്കയിൽ, ഇന്ത്യയിലാണെങ്കിൽ ചെന്നൈയിൽ, കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട. വളരെ വ്യക്തമായില്ലേ? ഓക്കെ, നമുക്ക് 5-ാമത്തെ കോഡിലേക്ക് പോകാം. കേരളത്തിലെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ എപ്പോഴും ചോദിക്കുന്ന പ്രക്ഷോഭങ്ങളാണ് ഈ 3 അതായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, അതേപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം. എപ്പോഴും നമുക്ക് പുതിയ ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു 3 പ്രക്ഷോഭങ്ങളുടെയും വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് ഉഗുനി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഉഗുനി 30, 31, 32. ഉഗുനി 30, 31, 32. ഉഗുനി 30, 31, 32. അപ്പോൾ ഏകദേശം സെയിം ആയിട്ടുള്ള അക്കങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡിലേക്ക് സെറ്റ് ആവും. അപ്പൊ ഉഗുനി എന്ന് ഓർത്താൽ മതി. ഉ ഫോർ 30, ഗു ഫോർ 31, നീ ഫോർ 32. ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1930-ലാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിൽ 1931-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം. നിവർത്തന പ്രക്ഷോഭമാണെങ്കിൽ 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്ന വരിക വരിക സഹചരെ എഴുതിയത് ആരാണ്? PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്ത് ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്ന വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനം എഴുതിയത് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിക്കാറുണ്ട് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്ന വരിക വരിക സഹചരെ എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അംശി നാരായണ പിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് K കേളപ്പനാണ്. ഓക്കെ, അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ K കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് AK ഗോപാലൻ. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ്. 1947 ജൂൺ 12-ന് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുക്കുകയുണ്ടായി. അത് 1947 ജൂൺ 12-നാണ്. കാരണം മക്കളെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കുള്ള ഒരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, അതേപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1936. 1947 ജൂൺ 12-നാണ് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തത് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറാതിരിക്കാനാണ് ഞാൻ ആ കാര്യം മൊത്തം പറഞ്ഞത്. ഈഴവ ക്രിസ്തീയ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് എന്താണ് ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തിയായിരുന്നു IC ചാക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് IC ചാക്കോ. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തി താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് PSC ചോദിച്ചേണ്ട. അതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ IC ചാക്കോ എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇന്നത്തെ നിങ്ങൾക്ക് വേണ്ടി തന്നത് 5 കോഡാണ്. മെമ്മറി കോഡ് 5 എണ്ണം. ഈ ഒരു 5 കോഡ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന LDC LGS എക്സാമുകൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്നും 1-2 ചോദ്യങ്ങൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ഓടിച്ചൊന്ന് പറയാം. കാരണം
അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കൺഫ്യൂസിങ്ങുമാണ്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ കൺഫ്യൂസിങ് ആണ്, നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യവുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ആദ്യത്തെ കോഡ്. ആ കോഡായിരുന്നു MT എൻ്റെ മാമൻ എന്ന് പറയുന്നത്. 7 സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ. നമ്മൾ പറഞ്ഞു M ഫോർ മേഘാലയ, T ഫോർ ത്രിപുര, M ഫോർ മണിപ്പൂർ, A ഫോർ അരുണാചൽ പ്രദേശ്, M ഫോർ മിസോറാം, A ഫോർ അസം, N ഫോർ നാഗാലാൻഡ്. ആ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശും ഏറ്റവും ചെറുത് ത്രിപുരയാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നാഗാലാൻഡ് നമ്മൾ പറഞ്ഞു എന്ത്, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ്. കോമൺവെൽത്ത് സെമിസ്റ്റേരി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. ലുഷായ് ഹിൽസും എവിടെയാ ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാമിലാണ്. വൈറസ് രോഗങ്ങൾ എന്നും PSCക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതും അത്രയും നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണ്. കോഡായിരുന്നു DYSP അമ്മച്ചി ഹൈഡ്രോഫോബിയ. D ഫോർ ഡെങ്കു ഫീവർ, Y ഫോർ യെല്ലോ ഫീവർ, S ഫോർ സാർസ്, P ഫോർ പോളിയോ, A ഫോർ എയ്ഡ്സ്, M ഫോർ മീസൽസ്, M ഫോർ മംസ്, E ഫോർ എബോള, C ഫോർ ചിക്കൻ ബോക്സ്, H ഫോർ ഹെപ്പറ്റൈറ്റിസ്, I ഫോർ ഇൻഫ്ലുവൻസ, H ഹൈഡ്രോഫോബിയ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തതാണ് കോഡ് പെൻ RTC, അതായത് ആറ്റത്തിലെ കണങ്ങൾ കണ്ടുപിടിച്ചത് ആരൊക്കെയാണെന്നാണ്. അത് എപ്പോഴും ഒരു കൺഫ്യൂസിങ് നമുക്ക് ഉണ്ടാക്കും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമിന് ഇതൊക്കെ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ എക്സാം പോലും എഴുതിയിട്ട് കാര്യമില്ല. അത്രത്തോളം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. പെൻ RTC, പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. അടുത്തതാണ് എയ്ഡ്സ് രോഗനിർണയ ടെസ്റ്റുകൾ, 4മത്തെ നമ്മുടെ കോഡ്. ന്യൂസ് എന്നതാണ് ഇതിന്റെ കോഡ്. 1മത്തെയാണ് N ഫോർ നേവ, E ഫോർ എലിസ, W ഫോർ വെസ്റ്റേൺ, S ഫോർ സോട്ട്. അപ്പോൾ 4 നമ്മൾ പറഞ്ഞു. ആദ്യം റിപ്പോർട്ട് അമേരിക്ക, ഇന്ത്യയിൽ 1986 ചെന്നൈയിലാണ്, നമ്മുടെ ഇവിടെ കേരളത്തിൽ പത്തനംതിട്ട. ഇനി എയ്ഡ്സ് ആചരിക്കാൻ തുടങ്ങിയത് 1988 പറഞ്ഞു. കേരളത്തിലെ പ്രക്ഷോഭങ്ങളുടെ സിമ്പിൾ കോഡാണ് ഉഗുനി എന്ന് പറയുന്നത്. 30, 31, 32. അതായത് ഉപ്പ് സത്യാഗ്രഹം 30, ഗുരുവായൂർ സത്യാഗ്രഹം 31. ഇനി നിവർത്തന പ്രക്ഷോഭം എന്നാ ചോദിച്ചാൽ 32. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് GK സ്റ്റോക്ക് GKയിലെ 5 കോഡാണ് പഠിച്ചത്. ഈ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. കൺഫ്യൂസിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും രക്ഷപ്പെട്ട് നാളെ നല്ലൊരു ജോലിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാളത്തെ ക്ലാസ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം ഇതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻ പോൾ വരുന്നത്. എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അത്രത്തോളം ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങളും അത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി അത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ അടുത്ത ദിവസം തന്നെ ഹോട്ട് ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ വൻ ട്വിസ്റ്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ബാക്കി കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ കിടിലമായിട്ട് തന്നെ നമ്മൾ ഹോട്ട് ടോപ്പിക്സും അതേപോലെ കറണ്ട് അഫയേഴ്സ് എല്ലാം കൂടി സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് നമ്മൾ ഉടൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമുക്കൊരു പ്ലേലിസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.